ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ ആദ്യമായി കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇനി 2 days അല്ലേ ഉള്ളൂ, ഇന്നത്തെയും നാളത്തെയും 2 ദിവസമേ ഉള്ളൂ അല്ലേ. ബിഗ് ബോസ് 100 ദിവസമായി. അപ്പോൾ ഇന്നത്തെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ആദിലയും നൂറയും ഷാനവാസ് ഒരുപാട് സ്നേഹിച്ചു അല്ലേ. അവരെ ഭയങ്കര നമുക്ക് കാണുമ്പോൾ എന്തുമാത്രമാണ് അവരുടെ തമ്മിലുള്ള സ്നേഹം. കൂടെ കൊണ്ടു നടന്നു. അവസാനം അങ്ങേർക്കും കിട്ടിയ ഒരു പണിയില്ലേ ഷാനവാസിന്. അതേപോലെ തന്നെ അനുമോളും അവരെ ഒരുപാട് സ്നേഹിച്ചു, വിശ്വസിച്ചു. അതിന് അനുവിനും കൊടുത്തു. അവർ രണ്ടുപേരും കഷ്ടം. അതിലെയും നൂറയും പാവ അനുമോള്. അവൾമാർ പഠിച്ച കള്ളികളാണ്. അനുമോൾക്ക് നല്ല സപ്പോർട്ട് പുറത്തുണ്ട് എന്ന് മനസ്സിലായതുമേ ആദിലയുടെ സ്വഭാവമൊക്കെ കണ്ട് മാറിയെന്നാ തോന്നുന്നത്. ആദിലയ്ക്ക് അറിയാം ആദില എന്തായാലും പുറത്ത് പോകുന്നുള്ളത്. അതുകൊണ്ട് നൂറിനെങ്കിലും ഫസ്റ്റ് വരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് അതിൽ ചെയ്തതെന്നാണ് നമുക്കവിടെ ഫീലായത്. അത് ശരി തന്നെയല്ലേ. അല്പം മനുഷ്യത്വം ഉണ്ടെങ്കിൽ ബി ഇതിനുള്ള തെളിവ് പുറത്ത് വിടണം അല്ലേ. ശരിക്കും പറഞ്ഞു ലാലേട്ടൻ വന്ന് അന്ന് അനുമോളോട് പറഞ്ഞാണല്ലോ 72 ക്യാമറ ഉണ്ട് എന്ന്. എങ്കിൽ എന്താണ് ഇത് തെളിയിട്ടല്ലേ. ലാലേട്ടനൊക്കെ അന്ന് വലിയ കാര്യത്തിൽ പറഞ്ഞാണല്ലോ 72 ക്യാമറയൊക്കെ ഉണ്ട് എന്നുള്ളതിൽ. അനുമോളെ കുറിച്ചിട്ട് നല്ല കണക്കിനൊക്കെ എന്ന് പറയാറുണ്ടല്ലോ. അത് തെളിയിക്കട്ടെ. പിന്നെ ഇത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് വേറെ ഒരു മത്സരാർത്ഥി ഈ സീസണിൽ ഇല്ല കേട്ടോ. അത്രയും ഈ 100 ദിവസം പറയണത് ഓരോ ദിവസവും അനുമോളിന് കുത്താത്തവരാരും ഇല്ല അവിടെ. നമ്മൾക്ക് ഇത് കാണുമ്പോൾ നല്ല സങ്കടമാകും. അനുമോൾ വന്നിട്ട് അതിൽ പോയതുമ്പോൾ 100 പോയിട്ട് അക്ബറിനോട് പറഞ്ഞുവല്ലോ ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് PR-ന്റെ നമ്പറാണ് എഴുതി തന്നതെന്നാണല്ലോ ആദിലയും നൂറയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദിലയും പറയണു നൂറയും പറയണു പോയിട്ട് അക്ബറിനോട് എനിക്ക് ടിഷ്യൂല് ഞങ്ങൾക്ക് എഴുതി തന്നു, അത് വന്നിട്ട് PR-ന്റെ നമ്പറാണ്, അവിടെ പോയി പറയണം, എന്നിട്ട് അക്ബറിനെ കുറിച്ചിട്ട് ഇതാക്കാനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ. അപ്പോൾ ഇത് അനുമോൾക്ക് മനസ്സിലായി ഇവരെങ്ങനെയും സംസാരിക്കുമല്ലോ. അനുമോൾ ഒരേ കരച്ചിൽ. ഞാൻ PR-ന്റെ നമ്പർ എനിക്ക് അറിയില്ല. ആകെ അറിയണത് അച്ഛനമ്മൻ്റെ എൻ്റെ നമ്പർ മാത്രമേ എനിക്ക് ബൈക്കാട്ടായിട്ട് അറിയുള്ളൂ. ഞാൻ കൊടുത്തത് എൻ്റെ നമ്പറാണ്. എൻ്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ചേച്ചിയോട് സംസാരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ദൈവത്തിനാൽ സത്യത്തിൽ ഞാൻ അക്ബറിനെ തരം താത്തണമെന്നൊന്നും ഞാൻ ഒരു കാലം വിചാരിച്ചിട്ടില്ല എന്നുള്ള രീതിക്ക് പറയുമ്പോൾ അങ്ങനെ നൂറ പറഞ്ഞ ആൾ പൂച്ച പോലെ അവിടെ പോയിട്ടിരിക്കുന്നു. നൂറ ഒന്നും അറിയാത്ത പോലെ. എനിക്ക് നമുക്ക് അങ്ങനെ ഭയങ്കര സങ്കടം നിന്നില്ല. ചോദിക്കുമ്പോൾ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നുള്ള രീതിക്ക് നൂറ പറയണു. അനുമോൾക്ക് വിഷമേ നിന്നില്ല, ഒരേ അവിടെ കരച്ചിലോട്ടാ. എന്നിട്ട് അനുമോൾ എന്ത് ചെയ്ത് അതിനെ പേപ്പറിനെയൊക്കെ അവിടെ എന്ത് തന്നെയാണെങ്കിലും അതിനെ നുറിയും. അവിടെ പേപ്പർ ടിഷ്യൂ അവിടെ വെച്ചിട്ടുണ്ട്, അവരൊരിക്കലും കളഞ്ഞിട്ടില്ല. ഞാൻ ആ കബോർഡിൽ നിന്ന് എടുത്തതാന്ന് പറഞ്ഞിട്ട് അനുമോൾ പോയിട്ട് ആ കബോർഡിൽ നിന്ന് എടുത്തിട്ട് നെവിന് കാണിച്ചു കൊടുക്കണു. നെവിൻ പോയി അക്ബറിന് കാണിച്ചു കൊടുക്കണു. നെവിന് വിശ്വാസമായി ഈ നമ്പർ എൻ്റെ നമ്പറാണ്, ഇതാണ് എനിക്ക് ബൈഹാർട്ടായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് അനുമോൾ അവിടെ പറയുന്നു. നെവിന് ഓക്കെ എനിക്കിത് പറഞ്ഞത് വിശ്വാസമായി എന്ന് പറഞ്ഞു. അക്ബറിനോട് പറയുമ്പോൾ അക്ബർ എന്താ പറയണമെന്ന് നമുക്ക് നന്നായിട്ട് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. അക്ബറിന് എപ്പോഴും അനുമോളെ പറഞ്ഞാൽ വിശ്വാസം വരില്ല. ആദിലയും നൂറി പറഞ്ഞാൽ മാത്രമേ വിശ്വാസം ആവുള്ളൂ തോന്നുന്നു. നൂറയ്ക്ക് ഇത് ആവശ്യമില്ലായിരുന്നു. അക്ബറിനോട് പോയിട്ട് പറയണു ആദില പോയ വഴിക്ക് നിന്നെക്കുറിച്ച് ഒരുപാട് സംഭവങ്ങൾ അനുമോൾ പറഞ്ഞിട്ടുണ്ട് അത്ര. ഇവരാരും ഒന്നും പറയാത്ത പോലെ അനുമോൾ മാത്രം എല്ലാവരുടെയും കുത്തിത്തിരിപ്പുണ്ടാക്കണന്മാരെയാണ് അവിടെ വർത്തമാനം പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു അത്ര ഇനിയും നിറയെ സംഭവങ്ങൾ പറയാനുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ ഇപ്പം പറയുന്ന എന്താ സംഭവം പറയുമെന്ന് പറഞ്ഞിട്ട് അക്ബർ എന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ പുറത്ത് വന്നതിന് ശേഷം ബാക്കി കാര്യം പറയാമെന്ന്. ഇത് നൂറയ്ക്ക് ആവശ്യമാണ്. നമ്മൾക്ക് കേൾക്കുമ്പോൾ ദേഷ്യം കേട്ടോ വരിക ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ. പിന്നെ ലക്ഷ്മി അനുമോളെ ചേർത്ത് പിടിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷമാണ് നമുക്ക് മനസ്സിൽ തോന്നിയത്. എല്ലാവരും അനുമോൾ ടോർച്ചർ മുഴുവൻ അനുമോൾക്കേ ഉള്ളൂ. ഭയങ്കര ലക്ഷ്മി പിടിച്ചപ്പോൾ നല്ല തോന്നിയിട്ടാ. സത്യം എത്ര മൂടി വെച്ചാലും ഒരു നാൾ പുറത്ത് വരുമല്ലേ. അത് കറക്റ്റല്ലേ. എന്ത് തന്നെയാണെങ്കിലും ഈ പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ട്. സത്യം എന്തായാലും ഒരിക്കൽ പുറത്ത് വരുമല്ലോ. അത് കറക്റ്റ് തന്നെയല്ലേ. ഇപ്പം തോന്നുന്നു ലക്ഷ്മി പറഞ്ഞത് എത്ര ശരിയാണെന്ന് നമുക്കിപ്പോൾ നന്നായി തോന്നുന്നില്ലേ. ലക്ഷ്മി പറഞ്ഞുവല്ലോ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് പറഞ്ഞുവല്ലോ. ഈ 2 വീട്ടിൽ കൊള്ളാൻ പറ്റില്ല എന്നുള്ളത് ലക്ഷ്മി പറഞ്ഞു. ഇപ്പോഴാണ് ആലോചിക്കുമ്പോൾ അത് കറക്റ്റാണെന്ന് തോന്നി. അച്ഛനമ്മ പോലും സപ്പോർട്ടില്ലാത്ത കുട്ടികളാണല്ലോ അവര്. നമ്മൾ വിചാരിച്ചു അയ്യോ ഇവര് അച്ഛനമ്മേനെയാണ് നമ്മൾ അപ്പോഴും ദേഷ്യപ്പെട്ടത്. അയ്യോ ഈ കുട്ടികൾ പാവങ്ങൾ എന്നുള്ള രീതിക്കാണ് നമ്മൾ വിചാരിച്ചത്. ഇപ്പം നോക്കുമ്പോൾ ഇവര് കയ്യിലിരിപ്പം ഭയങ്കര മോശം തന്നെയല്ലേ. കൂടെ നിന്നിട്ട് കുഴി തോണ്ടുന്ന സ്വഭാവമാണ് അതിൻ്റെയും നൂറിൻ്റെ കേട്ടാ.
അതുപോലെ എന്താണ് അതിൽ 100 സ്വഭാവത്തിനെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. ഇല്ലാണ്ട് കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. ആ പ്രത്യേകം ഈ കേൾക്കുന്നവർ മനസ്സിലാക്കിക്കോളൂ. ഞാൻ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഒരിക്കലും പറഞ്ഞില്ല. അവരുടെ സ്വഭാവത്തിനെ കുറിച്ചിട്ടാണ് ഞാനവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താണ് പിന്നെ എന്തായി പറഞ്ഞാൽ 100 ഇവിടെ പോയി ചോദിക്കും, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് നമുക്കത് കേൾക്കുമ്പോൾ കാണുമ്പോൾ ഇത്രയും പറഞ്ഞ ആള് നമ്മളിതൊക്കെ ക്യാമറയിൽ കൂടെ കാണുന്നുണ്ട്. ഇത്രയും പറഞ്ഞ ആള് എനിക്കിത് അറിയേയില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല, കേട്ടിട്ടേ ഇല്ലാത്ത പോലെ സംസാരിക്കണ 100 കാണുമ്പോഴേ നമുക്ക് അങ്ങോട്ട് ദേഷ്യം വരും കേട്ടാ. അനുമോള് ചോദിക്കുമ്പോൾ പിന്നെ ഇന്നലെ ശിവാംഗി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ട് ശിവാംഗി ഇന്നലെ വന്നു. എല്ലാവരും ഹൗസ് മേറ്റ്സും എല്ലാവരും പാട്ട് പാടുന്നുണ്ടായിരുന്നു. നന്നായിരുന്നു. അക്ബറും പിന്നെ മ്യൂസിക്കലാണല്ലോ. പിന്നെ രണ്ട് സുധി എല്ലാവരും കുറച്ച് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. കുട്ടികൾ കാണാൻ നന്നായിരുന്നു എല്ലാവരും പാട്ട് പാടിയത്. ഇന്നലെ ഹൗസ് മേറ്റ്സ് എല്ലാവരും ഇന്നലെ പുറത്ത് പോയല്ലോ. വീട് അങ്ങനെ ഒഴിഞ്ഞു. എമ്മയും പറയും വീടേ കംപ്ലീറ്റ് ഒഴിഞ്ഞൂല്ലേ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ ഇന്നെന്താണെന്ന് നോക്കാം. നാളത്തോടെ കഴിഞ്ഞുവല്ലോ. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.